കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതും ഉമ്മയെയും അനിയനെയും ഉമ്മുമ്മയും പ്രിയ കൂട്ടുകാരിയെ അടക്കം അഫാന് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊലയ്ക്ക് കണ്ടെത്തിയ വഴിയാണ് അതിലും ക്രൂരം. ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്, ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്തുപോയി. സാമ്പത്തികവും വൈകാരികവുമായ കാരണങ്ങളാൽ ഉറ്റവരെ കൊല്ലുന്ന സംഭവങ്ങളിൽ സാധാരണ ഇത്ര അതിക്രൂരമായ കൊലപാതക രീതി അപൂർവമാണ്. കൂട്ട ആത്മഹത്യയും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇരയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന കൊലപാതക രീതി സാധാരണമല്ല. എന്നാൽ ഇവിടെ ഇരകളെ പരമാവധി പീഡിപ്പിച്ചു കൊള്ളുന്ന രീതിയാണ് അഫാൻ സ്വീകരിച്ചത്. ഇരകൾ പിടഞ്ഞു മരിക്കുന്നത് കാണുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്ന മനോനിലയുള്ള കൊടും കുറ്റവാളികളുണ്ട്. സമാന മാനസികാവസ്ഥയിലാണ് അഫാനുമെന്ന് വേണം കരുതാൻ. തലക്കടിച്ച് രക്തവും മാംസവും തെറിച്ച് ഇര മരണവെപ്രാളത്തിൽ പിടഞ്ഞു മരിക്കുമ്പോഴും അത് കണ്ട് ആസ്വദിച്ച് വീണ്ടും അടുത്ത സ്ഥലത്തെത്തി മറ്റുള്ളവരെ സമാനമായ രീതിയിൽ കൊല്ലുന്നു. ആദ്യ കൊല നടത്തിയ രാവിലെ 10 മണി മുതൽ അവസാന കൊല നടത്തിയ വൈകുന്നേരം 4:30 വരെ ഈ മാനസിക നിലയിൽ തന്നെ തുടർന്നു എന്നതും പ്രധാനമാണ്. ഇത്തരമൊരു മാനസിക നിലയിലേക്ക് അഫാൻ എന്ന ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 23-കാരനെ എത്തിച്ച കാരണങ്ങളാണ് പോലീസ് തേടുന്നത്. പോലീസ് കാണുന്ന സാധ്യതകൾ ഇവയാണ്. 1. രാസലഹരിയുടെ ഉപയോഗത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക മാനസിക നില. 2. രക്തവും മാംസവും തെറിപ്പിച്ച് ഇരയുടെ മരണവെപ്രാളം കണ്ട് ആസ്വദിച്ച് കൊല നടത്തുന്ന പ്രത്യേക മനോനില. 3. നേരത്തെ ഉള്ളിലുണ്ടായിരുന്ന മനോനില മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പുറത്തു വന്നത്. സാമ്പത്തിക വിഷയങ്ങളും പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നതിനെ എതിർത്തതുമൊക്കെ ഈ മനോനിലയിലേക്ക് സാധൂകരണം കണ്ടെത്താനായി പ്രതി സ്വയം കണ്ടെത്തിയ കാരണങ്ങൾ മാത്രമാകാം. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനും മാനസിക നില പരിശോധിക്കാനും കഴിഞ്ഞെങ്കിലേ ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്താനാകൂ. ക്രൈം ബ്യൂറോ, ന്യൂസ് 18.